നമസ്കാരം. ടോഷ്മാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ടോഷ്മ. നമ്മൾ സാധാരണയായിട്ട് നമ്മൾ പലതരത്തിലുള്ള ചിപ്സ്, ഉപ്പേരികൾ തയ്യാറാക്കാറുണ്ട്. ചേന വെച്ചും അതുപോലെ ചേമ്പ് വെച്ചിട്ടും മിക്സഡ് ഉപ്പേരിയും അങ്ങനെ പലതരത്തിലുള്ള ഉപ്പേരികൾ. ഞാനിന്ന് തയ്യാറാക്കി കാണിക്കുന്നത് ഒരു ചേമ്പ് ഉപ്പേരിയാണ്. ഇത് വളരെ ടേസ്റ്റാണ്. ശരിക്കും കായ ഉപ്പേരിയിലും വളരെ ടേസ്റ്റാണ് ഈ ചേമ്പ് ഉപ്പേരി. അപ്പം ഈ ചേമ്പ് വറുത്തത് ലേസ് മാറി നിൽക്കും എന്ന് പറയും സാധാരണയായിട്ട്. അത്രയും ടേസ്റ്റാണ് ശരിക്കും. ഈ ചേമ്പ് വറുത്തത് തയ്യാറാക്കാനായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഈ ചേമ്പ് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ വട്ടത്തിൽ തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ചേമ്പ് മുഴുവനും നല്ലതായിട്ട് കഴുകി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് അരിഞ്ഞരിഞ്ഞ് വെള്ളത്തിലോട്ട് ഇടണം. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വെള്ളം കുറേ പ്രാവശ്യം 2-3 പ്രാവശ്യം മാറിക്കഴിഞ്ഞ് ഇതിൻ്റെ ഈ വഴുവഴുപ്പെല്ലാം മാറത്തക്ക രീതിയിൽ അതുവരെ നമ്മൾ ഈ വെള്ളം മാറിക്കൊണ്ടിരിക്കണം. പിന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വിനാഗിരി ചേർത്ത വെള്ളത്തിലോട്ട് ഇതിടണം. അങ്ങനെ വിനാഗിരി ചേർത്ത വെള്ളത്തിൽ 2-3 പ്രാവശ്യം എല്ലാം മാറ്റി കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ വഴുവഴുപ്പ് മുഴുവനും നമുക്ക് മാറിക്കിട്ടും. എന്നിട്ട് നമ്മളൊരു തുണിയിലോട്ട് ഇട്ട് ഇതിൻ്റെ വെള്ളമയം നല്ലതായിട്ട് കളഞ്ഞ് എടുക്കണം. നല്ല ക്രിസ്പിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഈ ചേമ്പ് വറുത്തത്. നമ്മൾ ഒത്തിരി അങ്ങോട്ട് ഒന്ന് അനക്കി കൊടുക്കാനേ പാടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇത് കനം കുറച്ച് നമ്മൾ അരിഞ്ഞേക്കുന്നതല്ലേ, അപ്പോൾ അത് ഒടിഞ്ഞ് പൊട്ടിയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇടയ്ക്കൊന്ന് അനക്കി കൊടുക്കാനേ പാടുള്ളൂ. ഒന്ന് ഫേം ആയിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, പിന്നെ നമുക്ക് ഇളക്കാം ധൈര്യമായിട്ട്. പക്ഷെ അതുവരെ നമ്മളൊന്ന് തട്ടിക്കൊടുക്കാനേ പാടുള്ളൂ. നമ്മുടെ ഇത് ഏകദേശം ആവാറായിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഇത് ആയിട്ടുണ്ട്. നമുക്ക് നല്ലതായിട്ട് എണ്ണ കളഞ്ഞ് വറുത്ത് കോരാം. നമ്മളിന്ന് തയ്യാറാക്കിയത് ചേമ്പ് വറുത്തതാണ്. ഇത് നല്ല ടേസ്റ്റിയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ കായ വറുത്തതിലും ഒക്കെ നല്ല ടേസ്റ്റാണ്. ഇവിടെ നല്ല മഴയാണ്, അതിൻ്റെയാണ് ഇത്രയും സൗണ്ട്. തീർച്ചയായിട്ടും ഈ ഓണക്കാലത്ത് നിങ്ങൾ ഈ ചേമ്പ് വറുത്തത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം.